വഞ്ചിയൂർ കോടതിയിലെ യുവ അഭിഭാഷകയ്ക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നു എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടത്. കാരണം അവരുടെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നപ്പോൾ എത്രത്തോളം ആഴവും വ്യാപ്തിയുമുള്ള ഒരു മർദ്ദനമാണ് ആ സ്ത്രീ നേരിടേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. പക്ഷേ ഈ സംഭവം നടന്ന് ഇന്നിപ്പോൾ 2 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസമായിട്ടും ഇതിലെ പ്രതിയായ ബെയ്ലിൻ ദാസിനെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മർദ്ദനത്തിനിരയായ യുവ അഭിഭാഷകയുടെ വീടിന് മുന്നിലാണ്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അവർ പ്രതികരിക്കാൻ ഇല്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം കേസിന്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീടൊരവസരത്തിൽ മാധ്യമങ്ങളോടൊക്കെ തന്നെ പ്രതികരിക്കാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള ഒരു നിലപാടിലാണ് കുടുംബവും അഭിഭാഷകയും ഒക്കെ തന്നെയും ഉള്ളത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ 2 ദിവസം പിന്നിട്ട് ഇന്നിപ്പോൾ 3ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴും പോലീസിന് പ്രതിയെ പിടിക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ എത്തുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ പ്രതിയെ ഒരു തരത്തിലും രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയാണ് മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ അത് മാത്രവുമല്ല, വനിതാ കമ്മീഷൻ അടക്കം ഇത് ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തിയാണ് സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായ നിയമ നടപടി തന്നെ ഈ പ്രതിയായും വക്കീലുമായ ബെയ്ലിൻ ദാസിനെതിരെ ഉണ്ടാകണമെന്നുള്ള കാര്യവും അറിയിച്ചിരുന്നതാണ്. പക്ഷേ എന്നിട്ടും ഒരു തരത്തിലും ഇയാളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ 3ാമത്തെ ദിവസവും ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇയാളൊരു ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ ജാമ്യത്തിന് ശ്രമിക്കുമെന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ഒന്നും തന്നെ ഇയാൾ ജാമ്യാപേക്ഷ നിലവിൽ നൽകിയിട്ടില്ല. 1 മണിക്കൂറിൽ ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ കോടതി ഏത് തരത്തിലായിരിക്കും അതിനെ നോക്കിക്കാണുക എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഏത് തരത്തിലായിരിക്കും കോടതി അതിനെ സമീപിക്കുക, ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ നമുക്ക് ഇതുവരെയും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. അത് മറ്റ് തെളിവുകളും ഒക്കെ തന്നെയും അടിസ്ഥാനമാക്കിയായിരിക്കും കോടതിയും അക്കാര്യത്തിലേക്ക് ഒരു നിലപാടിലേക്കൊക്കെ തന്നെയും എത്തുക. എന്തായാലും കുടുംബത്തിന് വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി തന്നെയാണുള്ളത്. കാരണം ഇത്രയും ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിലവിൽ ഈ ബെയ്ലിൻ ദാസിനെതിരെ ഉണ്ടായിട്ടുള്ള ഏക നടപടി എന്ന് പറയുന്നത് ബാർ കൗൺസിൽ താൽക്കാലികമായി ഇയാളെ വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു കോടതികളിലൊന്നും പ്രസന്റ് ചെയ്യാനോ ഏതെങ്കിലും കേസിന്റെ ഭാഗമായി ചെല്ലുവാനോ കേസ് നടത്തുവാനോ ഇയാൾക്ക് സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് മാത്രം പോരാ, നിയമ നടപടികളിലേക്ക് കൃത്യമായി പോകുകയും കൃത്യമായ രീതിയിൽ തന്നെ ഈ ഒരു മർദ്ദനത്തിന് എതിരായ ഒരു നിയമ നടപടി സ്വീകരിക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് ഈ അഭിഭാഷകയുടെയും അതുപോലെ തന്നെ മറ്റ് എല്ലാവരുടെയും നിലവിലത്തെ ആവശ്യം.